യൂറോപ്യൻ ഉഷ്ണതരംഗം കടുത്തതോടെ ഫ്രാൻസിൽ എയർ കണ്ടീഷനിങ്ങിന് ചൊല്ലി രാഷ്ട്രീയ തർക്കം പൊട്ടിപ്പുറപ്പെട്ടു. 2027 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രാജ്യത്തിനായി എയർ കണ്ടീഷനിങ്ങിനായി ഒരു മഹത്തായ പദ്ധതി ആരംഭിക്കുമെന്ന് ഫ്രഞ്ച് തീവ്ര വലതുപക്ഷ നേതാവ് മറൈൻ ലെ പെൻ. കാലിഫോർണിയയിലെ സാൻ ലൂയിസ് ഒബിസ്പോ കൗണ്ടിയിൽ പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീ പടരുന്നു. 50,000 ഏക്കറിലധികം കത്തിനശിച്ചു. തീ കാരിസോപ്ലെയിൻ ദേശീയ സ്മാരകത്തിലേക്ക് പടർന്നതോടെ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നിലവിൽ വന്നു. ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയിൽ ആശ്വാസം. വെറും 4 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 214-നെതിരെ 218 വോട്ടുകൾക്കും US പ്രതിനിധി സഭ ട്രംപിന്റെ വൻ നികുതി ചെലവ് ബിൽ പാസാക്കി. പ്രമുഖ ഹോളിവുഡ് നടൻ മൈക്കൽ മാഡ്സൺ അന്തരിച്ചു. അന്ത്യം 4ഓളം ചിത്രങ്ങൾ റിലീസ് ചെയ്യാനിരിക്കെ. വടക്കു പടിഞ്ഞാറൻ സ്പെയിനിൽ നടന്ന ആഡംബര കാർ അപകടത്തിൽ ലിവർപൂൾ പോർച്ചുഗൽ താരം ഡിയോഗോ ജോട്ട കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിൽ ഫുട്ബോൾ പ്രേമികൾ. ജോട്ടയ്ക്കൊപ്പം സഹോദരൻ ആൻഡ്രേ സിൽവയും അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഇരുവരും സഞ്ചരിച്ചിരുന്ന ലംബോർഗിനി റോഡിൽ നിന്നും തെന്നിമാറി തീപിടിച്ചായിരുന്നു അപകടം. 2025 ആദ്യ പകുതിയിൽ ബ്രിട്ടീഷ് ഇലക്ട്രിക് കാർ വിൽപ്പന 1/3 ഉയർന്നു. ടെസ്ലയിൽ നിന്നുള്ള മോഡൽ വൈയുടെ പുതിയ പതിപ്പ് പുറത്തിറക്കിയതോടെയാണിത്. ടൂറിസം മേഖലയിൽ റെക്കോർഡ് മറികടന്ന സൗദി അറേബ്യ. അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുടെ എണ്ണം, അവർ രാജ്യത്ത് ചെലവിടുന്ന പണം എന്നിവയിൽ വർധനവ്. സൗദിയിൽ വീട്ടുജോലിക്കാരുടെ ശമ്പളം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നൽകണമെന്ന നിയമത്തിന്റെ 3ാം ഘട്ടം പ്രാബല്യത്തിൽ. പലസ്തീനിലും ഇറാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ചോദ്യം ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ ശശി തരൂർ MP ഇസ്രായേൽ എംബസിയുടെ വിരുന്നിൽ പങ്കെടുത്തത് കോൺഗ്രസിനുള്ളിൽ വിവാദമാകുന്നു. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ ഉഷ്ണതരംഗം കടുത്തതോടെ എയർ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിൽ രാഷ്ട്രീയ തർക്കം പൊട്ടിപ്പുറപ്പെട്ടു. പൊതുവെ ഫ്രഞ്ച് വീടുകളിൽ 25% എയർ കണ്ടീഷനിങ് മാത്രമാണെന്നുള്ളൊരിക്കെ വിഷയം ഫ്രാൻസിൽ കൊടും ചൂടിനൊപ്പം കത്തിപ്പടരുകയാണ്. 2027 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിനായി എയർ കണ്ടീഷനിങ്ങിനായി ഒരു മഹത്തായ പദ്ധതി ആരംഭിക്കുമെന്നും ഫ്രഞ്ച് തീവ്ര വലതുപക്ഷ നേതാവ് മറൈൻ ലെ പെൻ പ്രഖ്യാപിച്ചു. യൂറോപ്യൻ ഉഷ്ണതരംഗം കിഴക്കോട്ട് നീങ്ങിയത് ജർമ്മനിയിൽ റെക്കോർഡ് താപനിലയ്ക്ക് കാരണമായി. എയർ കണ്ടീഷനിങ്ങിന്റെ അഭാവം കാരണം പൊതുസേവനങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാത്തത് ഫ്രാൻസിൽ ഒരു ഗൗരവമായ വിഷയമാണെന്നും വടക്കൻ ഫ്രാൻസിലെ പാസ് ഡി കാലേസിന്റെ MP-യായ ലെ പെൻ പാർലമെന്റിൽ പറഞ്ഞു. പ്രധാന പൊതു ഇടങ്ങളിൽ നിർബന്ധിത എയർ കണ്ടീഷനിങ് ആവശ്യപ്പെട്ട് ലെ പെന്നിന്റെ സഖ്യകക്ഷിയായ എറിക് സിയോട്ടി ഈ ആഴ്ച പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. ഇറ്റലി പോലുള്ള അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫ്രാൻസിൽ പൊതു ഇടങ്ങളുടെയും എയർ കണ്ടീഷനിങ്ങുള്ള സ്വകാര്യ വീടുകളുടെയും എണ്ണം കുറവാണ്. ദേശീയ പരിസ്ഥിതി ഏജൻസിയായ അഡെമൻസിന്റെ അഭിപ്രായത്തിൽ 2020 ഫ്രഞ്ച് വീടുകളിൽ 25% എയർ കണ്ടീഷനിങ് ഉണ്ടായിരുന്നു. 2016 ഇത് 14%. കാലാവസ്ഥാ പ്രതിസന്ധിക്ക് എയർ കണ്ടീഷനിങ് ഒരു പരിഹാരമാണെന്ന് നിർദ്ദേശിച്ചതിന് സർക്കാർ തീവ്ര വലതുപക്ഷത്തെ അജ്ഞരും കഴിവില്ലാത്തവരും എന്ന് വിമർശിച്ചു. കാലിഫോർണിയയിലെ സാൻ ലൂയിസ് ഒബിസ്പോ കൗണ്ടിയിൽ ബുധനാഴ്ച പൊട്ടിപ്പുറപ്പെട്ട കാട്ടുതീയിൽ ഇതിനോടകം പുൽമേടുകൾ കത്തിനശിച്ചു. 50,000 ഏക്കറിലധികം വിസ്തൃതിയിൽ തീ പടർന്നു പിടിച്ചു. ഇതോടെ സംസ്ഥാനത്തിന്റെ വലിയ ഭാഗങ്ങൾ കടുത്ത ചൂട് തീപിടുത്ത സാധ്യതയും വർദ്ധിപ്പിച്ചു. കാട്ടുതീ കാരിസോപ്ലെയിൻ ദേശീയ സ്മാരകത്തിലേക്ക് പടർന്നതോടെ സ്റ്റേറ്റ് റൂട്ട് 166 സമീപമുള്ള സമൂഹങ്ങൾക്ക് ഒഴിപ്പിക്കൽ ഉത്തരവുകളും മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചു. ലോസ് ഏഞ്ചൽസിന് പകരം 125 മൈൽ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് വസന്തകാലത്ത് കാട്ടുപൂക്കൾ കൊണ്ട് സന്ദർശകരെ ആകർഷിക്കുന്ന വിശാലമായ പുൽമേടുകൾ നിരവധിയാണ്. വെറും 4 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 214-നെതിരെ 218 വോട്ടുകൾക്ക് US പ്രതിനിധി സഭ ഡൊണാൾഡ് ട്രംപിന്റെ വൻ നികുതി ചെലവ് ബിൽ പാസാക്കി. ഡൊണാൾഡ് ട്രംപിന് USലുള്ള ഉയർന്നുവരുന്ന വൻ എതിർപ്പുകളെ മറികടന്നുള്ള വിജയം കൂടിയാണ് ഇത്. ഡെമോക്രാറ്റുകൾ ഏകകണ്ഠമായി നിരസിച്ച ബിൽ ഹൗസിലും സെനറ്റിലും രാത്രികളിൽ ചർച്ച നടത്തി അവസാന മണിക്കൂറുകൾ വരെ ആകാംക്ഷ നിലനിർത്തിയായിരുന്നു പാസാക്കിയത്. ആദ്യം ബില്ലിനെ എതിർത്ത റിപ്പബ്ലിക്കന്മാർ ബില്ല് പാസാക്കിയത് വലതുപക്ഷ കെന്റക്കി നിയമനിർമ്മാതാവായ തോമസ് മാസി കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസിന് വോട്ട് ചെയ്ത പെൻസിൽവാനിയ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ബ്രയാൻ ഫിസ്പാട്രിക്സ് എന്നിവരെ കൂറുമാറ്റി വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടാണ്. ജനാധിപത്യം അകത്തുനിന്നും പുറത്തുനിന്നും സമ്മർദ്ദത്തിലാണ് എന്ന സന്ദേശമാണ് യൂറോപ്പിലെ യുവജനങ്ങൾ നൽകുന്നത്. പകുതിയോളം യുവാക്കൾക്ക് ഇപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. യൂറോപ്പിലെ യുവാക്കൾക്കായുള്ള പദ്ധതികൾക്ക് ധനസഹായം നൽകുന്ന TUI ഫൗണ്ടേഷനു വേണ്ടി യുഗോവ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ 9ാം വാർഷിക സർവേയിൽ ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, പോളണ്ട് എന്നിവിടങ്ങൾ 16-നും 26-നും ഇടയിൽ പ്രായമുള്ള 6700-ലധികം ആളുകൾ പ്രതിനിധീകരിച്ചു.
ഫ്രാൻസിലെയും സ്പെയിനിലെയും യുവാക്കൾ പകുതി പേർ മാത്രമേ ജനാധിപത്യമാണ് ഏറ്റവും മികച്ച സർക്കാർ രൂപമെന്ന് വിശ്വസിക്കുന്നുള്ളൂ. പോളിഷ് യുവാക്കളിൽ പിന്തുണ ഇതിലും കുറവാണെന്നാണ് പഠനം കണ്ടെത്തി. ജനാധിപത്യത്തെ അനുകൂലിക്കുന്നവർ പോളണ്ടിൽ വെറും 48%, സ്പെയിനിലും ഫ്രാൻസിലും ഏകദേശം 51 മുതൽ 52% മാത്രമാണ്. ജർമ്മനിയിൽ മാത്രമാണ് ഏറ്റവും ഉയർന്ന ജനാധിപത്യവാദികൾ 71%. ഇറ്റലിയിൽ ഇത് ഏറ്റവും ഉയർന്ന 24%, എങ്കിൽ ജർമ്മനിയിൽ ഏറ്റവും കുറവ് 15%. ഫ്രാൻസ്, സ്പെയിൻ, പോളണ്ട് എന്നിവിടങ്ങളിൽ ഇത് 23%. രാജ്യങ്ങളിലെ 10ൽ ഒരാൾ തങ്ങളുടെ സർക്കാർ ജനാധിപത്യപരമാണോ അല്ലയോ എന്നത് തങ്ങൾക്ക് പ്രശ്നമല്ലെന്ന് വിലയിരുത്തി. പ്രമുഖ ഹോളിവുഡ് നടൻ മൈക്കൽ മാഡ്സൺ അന്തരിച്ചു. ലോസ് ഏഞ്ചൽസിലെ മാലിബുവിൽ വീട്ടിൽ വെച്ചായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് 67 വയസ്സുള്ള മൈക്കൽ മാഡ്സന്റെ അന്ത്യം. 4 പതിറ്റാണ്ടു നീണ്ട കരിയറിൽ കിൽ ബിൽ, റിസർവോയർ ഡോഗ്സ്, തെൽമ ആൻഡ് ലൂയിസ്, ഡോണി ബ്രോസ്കോ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ അവതരിപ്പിച്ചതിലൂടെ മാഡ്സൺ പ്രശംസ നേടി. മൈക്കൽ മാഡ്സന്റെ റിലീസ് ചെയ്യാനിരിക്കുന്ന ഫീച്ചർ ചിത്രങ്ങളായ റിസക്ഷൻ റോഡ്, കൺസക്ഷൻ, കുക്ക് ബുക്ക് ഫോർ സദേൺ ഹൗസ് വൈസസ് എന്നിവയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. വടക്കു പടിഞ്ഞാറൻ സ്പെയിനിൽ നടന്ന ആഡംബര കാർ അപകടത്തിൽ ലിവർപൂൾ പോർച്ചുഗൽ താരം ഡിയോഗോ ജോട്ട കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ഫുട്ബോൾ പ്രേമികൾ. 28-കാരനായ ജോട്ടയ്ക്കൊപ്പം 25-കാരനായ സഹോദരൻ ആൻഡ്രേ സിൽവയും അപകടത്തിൽ മരിച്ചിരുന്നു. 11 ദിവസം മുമ്പായിരുന്നു 28-കാരനായ ജോട്ടോ തന്റെ ദീർഘകാല പങ്കാളിയായ റൂട്ട് കാർഡോസോയെ വിവാഹം കഴിച്ചത്. ജോട്ടയും സഹോദരൻ ആൻഡ്രേ സിൽവയും സഞ്ചരിച്ചിരുന്ന ലംബോർഗിനി റോഡിൽ നിന്നും തെന്നുമാറിയായിരുന്നു അപകടം. തുടർന്ന് ലംബോർഗിനി തീപിടിക്കുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ സമോറ പ്രവിശ്യയിൽ വെച്ചാണ് ജോട്ടയും സിൽവയും മരിച്ചത്. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ കാർ പഞ്ചറായി. ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതായി കരുതുന്നതായി സ്പെയിനിലെ സിൽഫ് ഗാർഡ് പറഞ്ഞു. സഹോദരങ്ങളുടെ ശവസംസ്കാരം ശനിയാഴ്ച രാവിലെ അവർ വളർന്ന പോർട്ടോയിലെ ഗൊണ്ടോമർ പ്രദേശത്ത് നടന്നു. ലോക ബോക്സിംഗ് ഇതിഹാസ ചാമ്പ്യൻ ജൂലിയോ സീസർ ഷാവോസ് സീനിയറിന്റെ മകനും മെക്സിക്കൻ ബോക്സറുമായ ജൂലിയോ സീസർ ഷാവോസ് ജൂനിയർ കാലിഫോർണിയയിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്യുകയും നാടുകടത്താനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കാർട്ടൽ ബന്ധങ്ങൾ, ഒന്നിലധികം ക്രിമിനൽ കുറ്റങ്ങൾ, ആയുധക്കടത്ത്, സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് മെക്സിക്കോയിൽ സജീവമായ അറസ്റ്റ് വാറന്റ് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഷാവേസ് ജൂനിയർ ചൊവ്വാഴ്ച ലോസ് ഏഞ്ചൽസ് പരിസരമായ സ്റ്റുഡിയോ സിറ്റിയിൽ നിന്നുമാണ് ഐസ് ഏജന്റുമാർ കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹം യുഎന്നിൽ നിയമവിരുദ്ധമായി താമസിച്ചിരുന്നതായും പൊതുജന സുരക്ഷയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തിയിരുന്നതായും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പറയുന്നു. പൊതുജനങ്ങളെയും പാർലമെന്റിനെയും പ്രകോപിപ്പിച്ചുകൊണ്ട് 800ഓളം ബ്രിട്ടീഷ് തൊഴിലാളികളെ പിരിച്ചുവിട്ട ക്രോസ് ചാനൽ ഓപ്പറേറ്റർ P&O ഫെറീസിന്റെ മേധാവിക്ക് 6,83,000 പൗണ്ട് വേതന വർധനവ് ഈ സാമ്പത്തിക വർഷത്തിൽ ലഭിച്ചതായി കണ്ടെത്തി. 2023 വളരെ വൈകിയുള്ള അക്കൗണ്ടുകളിൽ നിന്നും വെളിപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം കമ്പനിയുടെ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഡയറക്ടറായിരുന്ന പീറ്റർ ഹെബ്ലത്വെയ്റ്റിന് കുറഞ്ഞത് 55% ശമ്പള വർധനവ് നൽകി. കഴിഞ്ഞ വർഷം ഹെബ്ലത്വെയ്റ്റിനെ പിരിച്ചുവിടലുകൾ സംബന്ധിച്ച് അന്വേഷിച്ച ഒരു പാർലമെന്ററി സെലക്ട് കമ്മിറ്റിക്ക് മുമ്പാകെ തന്റെ ശമ്പളം 3,25,000 പൗണ്ട് ആണെന്നും 2023 1,83,000 പൗണ്ട് ബോണസ് ലഭിച്ചതായും കുറ്റസമ്മതം നടത്തിയിരുന്നു. 2022 P&O ഫെറീസ് 786 ജീവനക്കാരെ പിരിച്ചുവിടുകയും യുകെയിലെ മിനിമം വേതനത്തേക്കാൾ വളരെ കുറഞ്ഞ വേതനമുള്ള ഏജൻസി തൊഴിലാളികളെ നിയമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വിവാദമായത്. 2025 ആദ്യ പകുതിയിൽ ബ്രിട്ടീഷ് ഇലക്ട്രിക് കാർ വിൽപ്പന 3-1 ഉയർന്നു. സൊസൈറ്റി ഓഫ് മോട്ടോർ മാനുഫാക്ചേഴ്സ് ആൻഡ് ട്രേഡേഴ്സിന്റെ പ്രാഥമിക ഡേറ്റ പ്രകാരം വർഷത്തിലെ ആദ്യ 6 മാസങ്ങൾ ഇലക്ട്രിക് കാർ വിൽപ്പനയുടെ എണ്ണം 34.6% ഉയർന്ന് 2,24,838 യൂണിറ്റായി. ജൂണിൽ പുതിയ കാർ വിൽപ്പനയ്ക്ക് 6.8% വർദ്ധിച്ച് 1,91,200 യൂണിറ്റായി. 2019 ശേഷമുള്ള ഈ മാസത്തെ ഏറ്റവും മികച്ച വിൽപ്പന കണക്കാണിത്. യുകെയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ വിൽപ്പനക്കാരായ ടെസ്ലയിൽ നിന്നുള്ള മോഡൽ വൈയുടെ പുതിയ പതിപ്പ് പുറത്തിറക്കിയതോടെയാണ് ഇത്. യുകെയിലെ ഇലക്ട്രിക് കാർ വിൽപ്പനയിൽ ഫോർഡ് ഏറ്റവും വേഗതയേറിയ വളർച്ച കൈവരിച്ചതായും ന്യൂസ് ഓട്ടോമോട്ടീവ് പറഞ്ഞു.